ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. നേരെ നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രൂപ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശാരി വരുന്നത്. ശാരിയുടെ മട്ടും ഭാവവും കാണുന്ന സമയത്ത് നമ്മുടെ രൂപയ്ക്ക് നല്ല സംശയം തോന്നുക. ഏട്ടത്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ മോളെ, എന്താ ഏട്ടത്തിക്ക് പറ്റിയത്, നീ എവിടെ പോയതാണെന്നൊക്കെ നമ്മുടെ ശാരിയോട് രൂപ അന്വേഷിക്കുകയാണ്. അതെ, ഞാൻ ക്ഷേത്രം വരെ പോയതാണ്. എനിക്ക് മനസ്സിന് നല്ല സമാധാനമൊന്നും ഇല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും തലകീഴാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാന്റെ അടുത്ത് പോയി കുറച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി. എന്തായാലും രൂപ നീ ഇവിടെ ഇരിക്കും കേട്ടോ, ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ശാരി റൂമിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശാരി ആടി ഉലഞ്ഞൊക്കെയാ പോകുന്നത്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ, നമ്മുടെ മനുവിനെ കുറിച്ചിട്ടുള്ള കണ്ടെത്തലുകൾ അത് ശാരി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അവളുടെ മനസ്സാണെങ്കിലോ ചാഞ്ചാടി കളിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങൾ മുഴുവനും തൻ്റെ മകളെ അറിയിക്കണമല്ലോ. ഈ മനു എന്ന് പറയുന്നവൻ അവനൊരു ഒന്നാം തരം ഫ്രോഡാണെന്നുള്ള കാര്യം അത് എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ അറിയിക്കണം. ആ കാര്യങ്ങളാണ് ശാരിയുടെ മനസ്സ് നിറയെ. അങ്ങനെ നമ്മുടെ രൂപയാണെങ്കിലോ ഏട്ടത്തി വരുന്ന സമയത്ത് ഇനി എന്തായാലും ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവാട്ടോ മോളെ, ഇനിയും വരാമെന്നും പറഞ്ഞ് സരയുനോട് യാത്രയും പറഞ്ഞ് നമ്മുടെ രൂപ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നതാണെങ്കിലോ ബഗാസുരൻ എത്രയും പെട്ടെന്ന് സേനന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളൊക്കെ മെനയുന്നതാണ്. തൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഈ മനോഹരൻ എന്ന് പറയുന്നവനെ പറഞ്ഞു വിട്ടിട്ട് വേണം അവിടെ കിരണിനെ സ്ഥാപിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ രാഹുൽ പല കാര്യങ്ങളും ചിന്തിച്ചും കണക്കുകൂട്ടിയൊക്കെ ഇരിക്കുക. അങ്ങോട്ടേക്ക് ശാരി ചെന്നിട്ടാണെങ്കിലോ അതെ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിനക്ക് എന്താ എന്നോട് സംസാരിക്കേണ്ടത്? അല്ല, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് മോള് വന്ന് അന്വേഷിച്ചായിരുന്നല്ലോ. അതെ, എൻ്റെ മനസ്സിലെ ഉള്ള ആ ഒരു തീ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കൊണ്ടാ. ദേ, എനിക്ക് നമ്മുടെ മരുമകനെ കുറിച്ചിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ട പാടെ തന്നെ രാഹുലാണെങ്കിലോ അപ്പൊ നിനക്ക് സംശയം തോന്നി തുടങ്ങിയല്ലേ, ഇനി നീ നല്ലതുപോലെ തന്നെ അങ്ങ് അന്വേഷിച്ച് നീ കണ്ടെത്ത്. നീ ഇതുപോലെയുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ നടത്താൻ നല്ല ഒന്നാം തരം മിടുക്കിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ശാരി, നീ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൻ ആരാണെന്നും അവൻ എന്താണെന്നും ഉള്ള സത്യം നിന്റെ മകളോട് വിളിച്ച് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയോ അവനെക്കുറിച്ച് അറിയാലോ. നിങ്ങൾ അതുകൊണ്ടാണോ അവനോട് ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്? ശരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്താ മനുഷ്യാന്നൊക്കെ നമ്മുടെ ശാരി രാഹുലിൻ്റെ അടുത്ത് അന്വേഷിക്കുകയാണ്. രാഹുലാണെങ്കിലോ ഇല്ല ശാരി, നിന്നോടും നിന്റെ മോളോടും ഒക്കെ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. നീ തനിയെ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ശാരി വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശിന്റെ അടുത്തേക്ക് നമ്മുടെ കാർത്തിക വന്നിട്ട്, അച്ഛാ, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള വിവാഹം നടത്തണം. അങ്ങനെ നടന്നില്ലെങ്കിൽ അതെൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തെ കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, അവരുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞിട്ട് എൻ്റെ അമ്മയെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് കൊതിയായി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇവള് നമ്മുടെ പ്രകാശന്റെ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. പ്രകാശനാണെങ്കിലോ, മോളെ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷേ ലക്ഷ്മി എന്ന് പറയുന്നവൾക്ക് പിന്തുണയുമായിട്ട് ആ കിരണും കല്യാണിയും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാ ഇപ്പൊ ഗ്യാങ് ചേർന്ന് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും മോളെ, ഈ പ്രകാശനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മോളുടെ അമ്മ മഹാലക്ഷ്മിയായിട്ടായിരിക്കും. ഞാനേ എൻ്റെ മഹയെ ഒന്ന് വിളിക്കട്ടെ, അവളെ വിളിച്ച് എനിക്കൊന്ന് സംസാരിക്കണം. എന്തായാലും പുള്ളിക്കാരി നല്ല വിഷമത്തിലാണെന്നല്ലേ മോള് പറഞ്ഞത്. ഞാൻ വിളിച്ചു കഴിയുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ വലിയ കാര്യത്തിൽ മഹാലക്ഷ്മിയെ വിളിക്കുകയാണ്. ഈ സമയത്താണെങ്കിലും ലക്ഷ്മി അമ്മ പ്രകാശന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രകാശനെതിരെ എന്ത് മൊഴി കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്നേരമാണ് നമ്മുടെ പ്രകാശന്റെ കോള് വന്നത്. ഇവർ വേഗം ഫോൺ എടുത്തു. പ്രകാശേട്ടാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇതെന്താ പ്രകാശേട്ടാ ഈ നടക്കുന്നത്? മോളെ മഹാലക്ഷ്മി, നീ ഒന്നുകൊണ്ടും വിഷമിക്കൊന്നും വേണ്ട. ദേ, ഞാൻ ചില കള്ളക്കേസുകളിലൊക്കെ പെട്ടെന്നുള്ളത് സത്യമാണ്. നിനക്കറിയാലോ എൻ്റെ മകൾ കല്യാണിയെക്കുറിച്ചും കിരണിനെ കുറിച്ചും ഒക്കെ. കിരണുണ്ടല്ലോ, കിരണും അവൻ്റെ അച്ഛനും ഒക്കെ വലിയ നിലയിലുള്ളതാ. അതുകൊണ്ട് തന്നെ അവർക്ക് എനിക്കെതിരെ ചില കേസുകളൊക്കെ കെട്ടിച്ചമയ്ക്കാനൊന്നും വലിയ പ്രയാസമൊന്നും ഇല്ല.
ആ ഒരു കേസിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവൾ എൻ്റെ ഭാര്യയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചിരിക്കുക. എന്തായാലും ആ കള്ളക്കേസിൽ നിന്നൊക്കെ ഈ പ്രകാശൻ പോരും. പിന്നെ നീ ഒരിക്കലും വിഷമിക്കരുത്, നിനക്ക് ജീവിതം തരാൻ ഞാൻ ഇവിടെ ഉണ്ടാകും. കാർത്തിക മോൾ പറഞ്ഞു നീ നല്ല സങ്കടത്തിലാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ലക്ഷ്മിയോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുക. ലക്ഷ്മി അമ്മയാണെങ്കിലോ അതേടാ ഞാൻ വലിയ സങ്കടത്തിലിരിക്കുന്നത്. 9-ാം തീയതി കോടതി കൂടി കഴിയുന്ന സമയത്ത് നിന്റെ കാര്യത്തിനൊരു തീരുമാനമാക്കണം. അതുവരെ ഈ കള്ള നാടകം ഞാൻ കളിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എന്താ മോളെ മിണ്ടാത്തത്? വിഷമം കൊണ്ടാണോ മിണ്ടാത്തത്? ദേ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെടണ്ട. ഈ പ്രകാശൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും. ആ ഒരു വാക്ക് കൊടുക്കുക നമ്മുടെ പ്രകാശൻ. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ ഫോൺ വെക്കുക. അതിനുശേഷമാണെങ്കിലോ കാർത്തികയെ വിളിച്ചു. കാർത്തിക മോളെ എടി പ്രേമരോഗി എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു അമ്മേ? ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാൻ വലിയ സങ്കടത്തിലാണെന്നൊക്കെ. എന്തായാലും ദേ അമ്മയെ തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആ പൊട്ടൻ ആ പദ്ധതികൾ മുഴുവനും വന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്താണ്. അവനുള്ള പണി നമുക്ക് കൊടുക്കാം മോളെ. 9-ാം തീയതി കോടതി കൂടട്ടെ. അമ്മേ പ്രകാശൻ എന്തോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത് അമ്മയെ തീർക്കാനാ കോടതിയിൽ വെച്ച്. എന്തായാലും അമ്മ അവിടെ വന്ന് അയാൾക്കെതിരെ മൊഴി കൊടുക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പ്രകാശന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മ പ്രത്യേകം ഒന്ന് കരുതണം. നമ്മുടെ ആൾക്കാരോടൊക്കെ അലേർട്ടായി ഇരിക്കാനായിട്ടും അതുപോലെ പോലീസുകാരോടും ഒക്കെ ഞാൻ പ്രത്യേകം അവിടെ ഡ്യൂട്ടിക്ക് വരണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ നീക്കിക്കൊള്ളാമെന്നും കാർത്തിക പറയുകയാണ്. അങ്ങനെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് എന്തായാലും നാളെ വരുന്നത്. നമുക്കറിയാം എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന്. എന്തായാലും പ്രകാശന്റെ ആ ഒരു സ്വപ്നങ്ങൾക്ക് മുഴുവനും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയമ്മയും കൂടി അവനെ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.